ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു പാരന്റിംഗ് റിലേറ്റ് ചെയ്ത വീഡിയോ ആണ്. മിക്ക പാരന്റ്സിനും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും കുട്ടികളുടെ ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളത് അല്ലേ. അപ്പോൾ ചില പാരന്റ്സ് അത് റിയാക്ട് ചെയ്യുന്നത് ദേഷ്യം അടിയിലൂടെയോ വഴക്കിലൂടെയോ തിരിച്ചങ്ങോട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കും. ചില പാരന്റ്സ് എന്ന് പറയുന്നത് വളരെ പീസ്ഫുൾ ആയിട്ട് ആ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ മാത്രം കുട്ടികളെ വളർത്തുന്ന ഒരു രീതിയും കാണാറുണ്ട്. ഇനി ചില പാരന്റ്സ് കൺഫ്യൂസ്ഡ് ആണ്, കുട്ടികളെ അടിച്ച് വളർത്തണോ അല്ലെങ്കിൽ ഈ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെ വളർത്തണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ കുറച്ച് കാരണങ്ങളെ പറ്റിയിട്ട് പറയാം. കുട്ടികൾ ദേഷ്യം കാണിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് സാഹചര്യങ്ങൾ. മെയിൻ ആയിട്ട് ഒരു കാരണമില്ലാതെ ഒരു കുട്ടി ദേഷ്യം കാണിക്കത്തില്ല അല്ലെ. കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് വിശന്നാൽ ചിലപ്പോൾ അത് കാണിക്കുന്നത് ദേഷ്യത്തിലൂടെ ആയിരിക്കും. പറയണമെന്നില്ല, ഉറക്കം വന്നു കഴിഞ്ഞാൽ ഉറങ്ങണമെന്ന് പോലില്ല, അവരത് ദേഷ്യത്തിലൂടെ ആയിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ വാശിയിലൂടെ ആയിരിക്കും കാണിക്കുന്നത്. ചില കുട്ടികൾക്ക് ആ വാശി എന്ന് പറയുന്നത് ഒരു ജനിച്ച് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിയുമ്പോഴേ ആ വാശിയിൽ ആ കാര്യം സാധിക്കും എന്നുള്ള ഒരു രീതി മനസ്സിലാവും. അതായത് എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് പറയുമ്പോഴത്തേക്ക് അത് കരഞ്ഞു കാണിച്ചാലോ അല്ലെങ്കിൽ വാശി കാണിച്ചാലോ നമ്മൾ കൊടുക്കും അല്ലേ. അപ്പോൾ സ്റ്റാർട്ടിങ് അത് ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു കളിപ്പാട്ടം ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നിട്ട് നമ്മൾ വാങ്ങി വെച്ചേക്കുവാണ്, ആ കുട്ടിക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ദേഷ്യം കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ദേഷ്യം കുറേ നേരം കാണിക്കുകയോ അല്ലെങ്കിൽ ആ കുട്ടി ഒരുപാട് നേരം കരയുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കളിപ്പാട്ടം കൊടുക്കും. അപ്പോൾ ആ കുട്ടി അവിടെ ആദ്യം പാഠം പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാശി കാണിച്ചു കഴിഞ്ഞാൽ ആ സാധനം എനിക്ക് കിട്ടും. ഇത് തന്നെയാണ് എല്ലാ കുട്ടികളുടെയും ബേസിക് ആയിട്ടുള്ള ഒരു സ്വഭാവമായിട്ട് മാറുന്നത്. പിന്നീട് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ അവർ വേഗം ഫ്രസ്ട്രേറ്റഡ് ആവും, അവർ ആ ദേഷ്യം നമ്മളോട് കാണിക്കും. അപ്പോൾ ആ സാഹചര്യം ഉണ്ടാക്കിയതും നമ്മൾ തന്നെയാണ്. പഠിക്കാൻ നിർബന്ധിക്കുക. കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് പഠിക്കൂ എന്ന് പറഞ്ഞ് വിളിച്ചാൽ ചിലപ്പോൾ അവർ വരത്തില്ല. അതുപോലെ പടം വരയ്ക്കൂ എന്ന് പറഞ്ഞാൽ അവർ പടം വരയ്ക്കത്തില്ല. പക്ഷെ വെറുതെ ഒരു ക്രയോൺ പെൻസിൽ എവിടെയെങ്കിലും കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും എടുത്ത് കുത്തി വരയ്ക്കും അല്ലെ, ചെവിരികളിൽ വരയ്ക്കും അല്ലെങ്കിൽ ബുക്കിൽ വരയ്ക്കും അല്ലെ. അപ്പം അതാണ് കുട്ടികളുടെ രീതികൾ എന്ന് പറയുന്നത്. അവരുടെ രീതിക്ക് അനുസരിച്ച് നമ്മൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ദേഷ്യത്തിന്റെയോ വാശിയുടെയോ പിണക്കത്തിന്റെയോ ഒന്നും ആവശ്യം അവിടെ വരില്ല. അവരുടെ പിണക്കത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു എന്താ പറയുക കൺട്രോളിങ് നമ്മൾ അവിടെ കൊടുക്കുകയും വേണം. ഇപ്പം ഫുഡ് കഴിക്കുന്നില്ല, വാശി കാണിക്കുന്നു ഒരു കുട്ടി, അപ്പോൾ നമ്മൾ തിരിച്ച് കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല അല്ലെ. നമ്മൾ പാരന്റ്സ് ആണ്, നമ്മൾ കുട്ടിയെ കൊണ്ട് എങ്ങനെയെങ്കിലും കഴിപ്പിക്കണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റെസ്പോൺസ്. കുട്ടികളെ ദേഷ്യം കാണിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ദേഷ്യം കാണിക്കും. അപ്പോൾ അവർ വീണ്ടും ദേഷ്യം കാണിക്കും, നമ്മൾ വീണ്ടും ദേഷ്യം കാണിക്കും അല്ലെ. അപ്പോൾ അവർ പഠിക്കുന്നതും അവർ കാണുന്നതും ദേഷ്യമായിട്ടുള്ള നമ്മളെയാണ് അല്ലെ, സ്നേഹമായിട്ടുള്ള നമ്മളെ അല്ല. അപ്പോൾ കുട്ടി ദേഷ്യം കാണിക്കുമ്പോഴത്തേക്കും ഒന്ന് അടുത്ത് വിളിച്ച് കാരണം തിരക്കി, എന്താണ് ദേഷ്യം കാണിക്കാനുള്ള കാരണം, ഓക്കെ അത് നമുക്ക് ഇങ്ങനെ പോസിറ്റീവായിട്ട് സോൾവ് ചെയ്യാം എന്നുള്ള രീതിയിൽ സംസാരിക്കുക. ഓക്കെ, അതിന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ ആ ഒരു കുട്ടിയെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി സോപ്പിട്ട് കയ്യിലെടുക്കുക. കുട്ടികളുടെ രീതി അതാണ്. അവർ ഭയങ്കര നിഷ്കളങ്കരാണ്. നമ്മൾ ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ കണ്ടല്ലേ പഠിക്കുക. അപ്പോൾ അവർ നമ്മളെടുത്ത് ദേഷ്യം കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവർ കാണുന്ന നല്ലൊരു റോൾ മോഡൽ ആയിട്ട് നമ്മളെ കാണാൻ പാടുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ കാരണം അതാണ്. മൂന്നാമത്തത് ഗീവ് റെസ്പെക്ട്. നമ്മൾ കുട്ടികൾക്ക് റെസ്പെക്ട് കൊടുക്കുക. കുഞ്ഞു മക്കളാവട്ടെ വലിയ കുട്ടികളാവട്ടെ അവർക്കെല്ലാവർക്കും ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റെസ്പെക്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഫീൽ ആവത്തില്ല, വിഷമാവത്തില്ലേ? അതേമാതിരി തന്നെ ഉള്ള ഒരു റെസ്പെക്ട് ഏതൊരു കുട്ടിയും എക്സ്പെക്ട് ചെയ്യും. അവർക്കും പരിഗണനകൾ വേണം. അടുത്തതായിട്ട് പറയുന്നത് നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ കമ്പ്യൂട്ടറിനെ നമ്മൾ ട്രെയിൻ ചെയ്യത്തില്ല ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട്. അതേമാതിരി നേരത്തെ തന്നെ നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഈ കുട്ടികളുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ പാരൻസിന് എളുപ്പമായിട്ട് മാറും കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുത്തോളൂ, പക്ഷേ ആ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഈ പോർഷൻ പഠിക്കാനുണ്ട് കേട്ടോ, അപ്പം നമുക്ക് പഠിക്കാവേ. ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് നേരത്തെ ഒന്ന് പറഞ്ഞ് മൈൻഡിൽ സെറ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ ചുമ്മാ നമ്മളിപ്പോൾ ഒരുമിച്ച് മോൻ്റെയോ മോളുടെയോ കൂടെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവയർനെസ്സുകൾ കൊടുക്കാം. അതായത് നമ്മൾ സൊസൈറ്റിയിൽ തന്നെ കാണുന്ന ഒരു ഔട്ടിങ്ങിന് പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ കണ്ടോ അവിടെ ഓയിലി ഫുഡാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഫുഡ് നമുക്ക് അധികം നല്ലതല്ല ഹെൽത്തിന്, പക്ഷെ അവിടെ നോക്കി എത്ര പേരാണ് അത് വാങ്ങി കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റിയൽ ലൈഫുമായിട്ട് നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങളിലെ നല്ലതും ചീത്തയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ സ്വയം അത് തീരുമാനിച്ച് മുന്നോട്ട് പോയിക്കോളും. ഓക്കെ, അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഇതേമാതിരി തന്നെ നല്ല ബുക്സ് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക അല്ലെങ്കിൽ വായിച്ചു കൊടുക്കുക. ഇൻസ്പിറേഷണൽ ആയിട്ട് വരുന്ന സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുക. ലൈഫിൽ സക്സസ്ഫുൾ ആവുന്നത്, ലൈഫിൽ എവിടെയെങ്കിലും പതറിപ്പോവാതെ രക്ഷപ്പെട്ടു പോകുന്നത്, ഇങ്ങനത്തേക്കുള്ള രീതിയിലുള്ള കണ്ടന്റുകളൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ വരുന്നതാണ് നമുക്ക് ഏതെങ്കിലും മഹാന്മാരുടെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും, അങ്ങനെ പറഞ്ഞു കൊടുക്കാം. നല്ല വാക്കുകൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കുട്ടിയെ ഉണർത്തുന്നത് തൊട്ട് നമുക്ക് തുടങ്ങാം. സമയമായി പെട്ടെന്ന് എണീക്കൂ, ഹറിയപ്പ്, ആ ഒരു രീതി മാറ്റിയെടുത്തിട്ട് കുട്ടികളെ ചെന്ന് ഒരു 5 മിനിറ്റ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഇന്ന് നമുക്ക് നേരത്തെ പോകണ്ടേ, അല്ലെങ്കിൽ ഇന്ന് വേഗം എണീക്കണേ, നീ എൻ്റെ അടുത്ത് ഇന്നലെ പ്രോമിസ് ചെയ്തതല്ലേ, മറ്റത് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഇവിടെ തലേദിവസം രാത്രി കൊടുത്തിട്ടായിരിക്കും കിടത്തിയേക്കുന്നത്, നമുക്ക് രാവിലെ നേരത്തെ എണീക്കാവേ, നമുക്ക് അത് ചെയ്യാവേ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ആ ദിവസത്തേക്ക് വേണ്ടിയിട്ട് നേരത്തെ തലേദിവസം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പം രാവിലെ എണീപ്പിക്കുമ്പോൾ നല്ല വാക്കുകൾ കുട്ടികൾ കേട്ട് ഉണരട്ടെ. അപ്പോൾ ആ ദിവസം കുട്ടികൾക്ക് പോസിറ്റീവായിട്ട് എണീക്കാൻ പറ്റും. ഇതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ പാരൻസും കുട്ടികളും തമ്മിലുള്ള ബോണ്ട് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, പിന്നെ വേറൊന്ന്, കുട്ടികൾ എന്ത് കാര്യത്തിനാണോ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നത് അതിൽ നിന്നിട്ട് കുട്ടികളുടെ ശ്രദ്ധ മാറ്റിയെടുക്കുക. കുട്ടികൾ അത് കാണിക്കും കേട്ടോ. ചില കുട്ടികൾ അത് മനസ്സിൽ വെച്ചിട്ട് അത് ഫ്രസ്ട്രേഷൻ ആയിട്ടോ അവർ ആ ഒരു സങ്കടമേ കാണിക്കത്തില്ല, കരയത്തില്ല, പക്ഷെ ആ ഒരു കാര്യം മനസ്സിൽ ഉണ്ടാവും. അതായിരിക്കും ചെറിയ ഒരു മുറിപ്പാടായിട്ട് കുട്ടികളുടെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ
അതിന് ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും വേദനിപ്പിക്കാതെ കുറേ നേരത്തേക്ക് അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അതിൽ തന്നെ നമ്മൾ അവയർനെസ്സുകൾ കൊടുക്കുക. കോമൺ ആയിട്ട് നമുക്ക് നെഗറ്റീവായിട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കുക. ഇപ്പോൾ സ്കൂളുകളിൽ ഒരുപാട് ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും പാരൻസ് ആയിട്ടുള്ള നമ്മൾ ബോധവൽക്കരണം കൊടുത്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, നമ്മൾ കുട്ടികളെ ഒരിക്കലും ചേർത്ത് പിടിക്കാൻ മറക്കരുത്. എന്ത് കാരണമായിക്കൊള്ളട്ടെ, എന്ത് കാരണമാണെങ്കിലും അവരെ പറഞ്ഞ നേർവഴിയിൽ എത്തിക്കുകയാണ് നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെ? കുഞ്ഞു കുട്ടികളാവട്ടെ വലിയ കുട്ടികളാവട്ടെ, അവർക്ക് നഷ്ടപ്പെടുന്നത് ഒരു എന്താ പറയുക, ഒരു സ്നേഹം, പരിഗണന, അല്ലെങ്കിൽ ആ ഒരു കെയർ, അവരാഗ്രഹിക്കുന്ന ഒരു ഹഗ്ഗായിരിക്കും ചിലപ്പോൾ. അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് പാരൻസ് എന്ന് പറഞ്ഞാൽ എത്രയോ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണെന്ന് പറയുക നല്ലൊരു പാരന്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് നല്ലൊരു പാരന്റ് ആവാൻ പറ്റും. ഒരിക്കലും നമ്മളുടെ പാരന്റിങ്ങിന്റെ ദോഷം കാരണം ഒരിക്കലും നമ്മൾ കുട്ടികളെ ബ്ലെയിം ചെയ്യരുത്. കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിലേ അവരുടെ ഡ്രോയിങ് ബുക്കോ അല്ലെങ്കിൽ റഫ് നോട്ടോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, അവർ റഫ് വർക്ക്സ് ഒക്കെ വരച്ചു വെച്ചേക്കുന്ന ബുക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ മനസ്സ് കുറേയൊക്കെ അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അവർ പോസിറ്റീവായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഡ്രോയിങ്സ് ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ റിയൽ ലൈഫിൽ അവർ എത്രത്തോളം ഹാപ്പി അങ്ങനത്തെ നമുക്ക് സൈക്കോളജിക്കലി നമുക്ക് പറയാം. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പിക്ചേഴ്സിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അവരുടെ എന്താ പറയുക, പിക്ചേഴ്സ് അല്ലെങ്കിൽ അതിനെ എഴുതിയിരിക്കുന്ന വേർഡ്സിലൊക്കെ ആണെങ്കിലും കോഡ്സിലൊക്കെ ആണെങ്കിലും ഒക്കെ അത് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നൊരു കാര്യം. കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നാലോ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വന്നാലോ പുറത്ത് നമ്മളിൽ നിന്നിട്ട് കുറച്ച് മാറി നിന്നിട്ട് പിന്നീട് തിരിച്ച് നമ്മുടെ അടുത്തോട്ട് വരുന്ന സമയത്ത് നമ്മൾ കുഞ്ഞു വിശേഷങ്ങൾ പോലും ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നല്ലൊരു ലിസണർ ആവുക എന്നുള്ളതാണ്. കുട്ടികളുടെ ചെറിയ വാശികളിൽ നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഒന്നും ഉണ്ടാവേണ്ടുന്ന കാര്യമില്ല. കാരണം ഈ കുട്ടികളുടെ ദേഷ്യം, വാശി, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി വാശി പിടിക്കുക, ഇവരൊക്കെ വാശി പിടിക്കുന്നത് ഈ പ്രായത്തിൽ തന്നെയാണ്. ഇനി കുറേ വലുതായി അവർക്ക് ജോലി കിട്ടി അവരൊരു വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അവർ ഈ വാശിയൊന്നും നമ്മളോട് കാണിച്ചുകൊണ്ടൊന്നും ഇരിക്കത്തില്ല എപ്പോഴും, കേട്ടോ. അപ്പം നമ്മൾ നല്ല കറക്റ്റ് പാരന്റിംഗ് ആണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികളുടെ മനസ്സിന്റെ പ്രത്യേകതയാണ് അവർ നമ്മൾ കൊടുക്കുന്ന സ്നേഹം, സാമീപ്യം, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന സമയം, ഇതെല്ലാം അവർ സൂക്ഷിച്ചു വെക്കും. ആ സ്നേഹം അവർക്ക് സൂക്ഷിച്ചു വെക്കാനുള്ളൊരു ഹൃദയമുണ്ട്. ഓരോ ഇയർ ബൈ ഇയർ കഴിയും തോറും കുട്ടികളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ പേടിച്ച് പാരന്റിങ് ചെയ്യേണ്ടുന്ന കാര്യമൊന്നുമില്ല. അടിക്കേണ്ടടുത്ത് അടിക്കുക, വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയുക, പക്ഷേ ഒരിക്കലും ചേർത്ത് പിടിക്കാൻ മറക്കരുത്. ഉദാഹരണമായി ഒരിക്കലും കുട്ടികളെ അടിക്കുകയോ വഴക്ക് പറയുകയോ ഒന്നും ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. പിന്നെ വേറെ ഒരു മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കുക, സ്നേഹിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും നമ്മളൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിലാണ് കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ വളർത്തുമ്പോൾ സൊസൈറ്റിയിൽ നിന്നിട്ട് കുട്ടികൾക്ക് എപ്പോഴും ഈ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, കുട്ടികൾ സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ കുട്ടികൾ നമ്മുടെ വീട്ടിലല്ലാതെ ഔട്ട്സൈഡ് ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ മിക്കവാറും കൂടെ ഉണ്ടാവും പ്രൊട്ടക്ട് ചെയ്യാൻ. പക്ഷെ നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നില്ലാത്ത ചില സിറ്റുവേഷനിൽ ഈ കുട്ടികൾ ചെന്ന് എത്തിപ്പെടുമ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റില്ല അവരും പീസ്ഫുൾ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെന്ന്. ചില ആൾക്കാരുടെ ഒരു രീതിയുണ്ട്, കുട്ടികളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. കുട്ടി ദേഷ്യപ്പെടും, അപ്പോൾ വീണ്ടും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. കുട്ടിയുടെ ഈ ദേഷ്യം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, അല്ലേ? കുട്ടി കൂടുതൽ ദേഷ്യപ്പെടും. കാരണം എന്താണ്, ആ കുട്ടി വീട്ടിൽ വളരുന്നത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ്. ഓക്കെ, സ്കൂളിൽ ചില സമയങ്ങളിൽ ടീച്ചേഴ്സ് ദേഷ്യപ്പെടും, ടീച്ചേഴ്സ് അടിക്കും, വടിയെടുക്കും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും കുട്ടി കാണുന്നത് ആ ഒരു ദേഷ്യപ്പെടുന്ന അധ്യാപികയാണ്, അല്ലേ? അപ്പോൾ ആ കുട്ടിക്ക് എന്താണ്, പെട്ടെന്ന് അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണമെന്നില്ല. എല്ലാ കുട്ടികളുടെയും മനസ്സ് ഒരുപോലെ അല്ല. അപ്പം ദേഷ്യപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്കും ആ കുട്ടി എന്ത് ചെയ്യും, കുറച്ചും കൂടി അരഗന്റ് ആയിട്ടും ഫ്രസ്ട്രേഷൻ കൂടിയും ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം സൊസൈറ്റി ഇതിനൊരു പാർട്ടാണ്. നമ്മളെല്ലാവരും മറ്റു കുട്ടികൾ, നമ്മുടെ കുട്ടി തന്നെ ആവണമെന്നൊന്നുമില്ല, മറ്റു കുട്ടികളുടെ അടുത്ത് സ്നേഹത്തോടെ സംസാരിക്കണം എന്നില്ല, നോർമലി സംസാരിക്കാം. ദേഷ്യത്തോടെ തന്നെ കാണിക്കണം എന്നില്ല. നമ്മളുടെ ഫ്രസ്ട്രേഷൻ നമ്മളുടെ ഉള്ളിലിരിക്കട്ടെ, നമ്മൾ ഒരിക്കലും കുട്ടികളുടെ അടുത്ത് കാണിക്കാതിരിക്കുക. ഓക്കെ, അവർ പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വളരട്ടെ. എല്ലാ പാരൻസും വളരെ പോസിറ്റീവായിട്ട് കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ബാരിയർ ഉണ്ടെങ്കിൽ അതങ്ങ് തകർത്ത് മാറ്റിയിട്ട് നല്ലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉള്ള പാരൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എനർജി അത് നിങ്ങളിലും ഉണ്ടാവും, അതുപോലെ തന്നെ കുട്ടികളിലും ഉണ്ടാവും. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണുന്നത് വരെ ബൈ.